ശ്രീകുമാരൻ തമ്പി സാർ സംവിധാനം ചെയ്ത ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് ജയൻ ഒരു നായക വേഷം ലഭ്യമാകുന്നത്. വി സ്വാമി എന്ന സന്യാസി വേഷം. ആ ചിത്രത്തിലാണ് ജയൻ ഇങ്ങനെ പാടി അഭിനയിക്കുന്നത്. പൂമാനം പൂത്തുലഞ്ഞു എന്നൊക്കെ പാട്ട് വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. എന്നാൽ ആ ചിത്രം വലിയ വിജയം കൊണ്ടാടിയില്ല. സുകുമാരൻ, ജഗദീഷ് ശ്രീമാർ ഒക്കെ അഭിനയിച്ച ഒരു നല്ല ചിത്രമാണ്. ഷീലയാണ് നായിക, മല്ലികയുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ലാസിക് ചിത്രമാണ്. കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയാണ് തമ്പി സാർ ഏതോ ഒരു സ്വപ്നം തയ്യാറാക്കിയത്. രവികുമാറും അതിൽ നല്ലൊരു വേഷം ചെയ്തു. ആ ചിത്രത്തിന് ശേഷം ജയന് ചില ചിത്രങ്ങൾ നായകനായിട്ട് ലഭ്യമായ ചില വേഷങ്ങൾ ലഭിച്ചു. പെണ്ണുറുമ്പെട്ടാൽ, പി കെ ജോസഫ് സംവിധാനം ചെയ്ത പെണ്ണുറുമ്പെട്ടാൽ. അതിനുശേഷം അദ്ദേഹത്തെ നായകനാക്കി വിജയാനന്ദ് ഡയറക്റ്റ് ചെയ്ത അങ്കക്കുറി. ശരിക്കും പറയാം അങ്കക്കുറിയാണ് ജയൻ സ്വതന്ത്രമായിട്ട് നായകനായ ചിത്രം എന്ന് പറയാം. എന്നാൽ അതിൽ തന്നെ നായകതുല്യമായ മറ്റൊരു ക്യാരക്ടർ സുകുമാരൻ ചെയ്തു. അതുകൊണ്ട് അതും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും ജയൻ നായകനായ ഒരു ചിത്രം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ജയൻ നായകനായ ആദ്യത്തെ ചിത്രം അവനോ അതോ അവളോ ബേബി സംവിധാന ചിത്രമാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് അവനോ അതോ അവളോ. അതൊരു ഹിറ്റ് ചിത്രമാണ്. വളരെയധികം മികവുവാർന്ന ഒരു CID ഇൻസ്പെക്ടർ പ്രകാശ് എന്ന കഥാപാത്രത്തെ ജയൻ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ചിത്രമാണ് അവനോ അതോ അവളോ. വളരെ മികച്ച ഒരു അഭിനയ പ്രകടനമാണ് ജയൻ അതിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ജയൻ നായകനായി ഏറെക്കുറെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ശരപഞ്ചരത്തിൻ്റെ വരവ്. നോക്കണമേ, ചരിത്രത്തിൽ തന്നെ ഒരു നടൻ നായകനായി 6ാമത്തെ മാസം ഒരു സൂപ്പർ സ്റ്റാറായി മാറുക. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ മമ്മൂട്ടി 1981 ഐവിശേഷിയുടെ തൃഷ്ണയിലൂടെ നായകനായി. എന്നാൽ മമ്മൂട്ടി ഒരു സൂപ്പർ താരമാകാൻ വർഷം 6 കാത്തിരിക്കേണ്ടി വന്നു. 1986 ന്യൂഡൽഹിയിലൂടെയാണ് മമ്മൂട്ടി സൂപ്പർ താരമായത്. അതുപോലെ മോഹൻലാൽ കേൾക്കാത്ത ശബ്ദത്തിൽ നായകതുല്യമായ കഥാപാത്രം അഭിനയിച്ചു. തുടർന്ന് നായക തുല്യമായ ഒത്തിരി കഥാപാത്രങ്ങളെ മോഹൻലാൽ അവതരിപ്പിച്ചു. നായകൻ എന്ന് പറഞ്ഞു തന്നെ ഒരു ചിത്രം ബാലുഗിരി ഡയറക്റ്റ് ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പി ചന്ദ്രകുമാർ സാറിൻ്റെ ഉയരും ഞാൻ നാടക എന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനായിരുന്നു. എന്നാൽ മോഹൻലാൽ 1986 കാലഘട്ടത്തിൽ തമ്പിക്കണ്ണദാനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകനിലൂടെയാണ് സൂപ്പർ താരമായി മാറിയത്. അതായത് മോഹൻലാൽ നായകനായി ഏറെക്കുറെ 5 വർഷം കഴിഞ്ഞിട്ടാണ് മോഹൻലാലും ഒരു സൂപ്പർ താരമായി മാറുന്നത്. സുരേഷ് ഗോപി എത്രയോ സിനിമകൾ നായകനായി ഏറെക്കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി നായകനായി ഒരു സൂപ്പർ താരമായി മാറുന്നത്. എന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോക സിനിമയിൽ തന്നെ വളരെ ചുരുക്കം സമയം കൊണ്ട് നായകനായി അഭിനയിച്ച് 6 മാസത്തിനകം ഒരു സൂപ്പർ താര പദവിയിലെത്തിയ ഒരേ ഒരു നടനാണ് ജയൻ. ജയൻ ചരിത്രത്തിൽ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. കാരണം ജയൻ്റെ ഓരോ കഥകളും ചരിത്രമാണ്. ജയൻ്റെ സംഭവങ്ങൾ ഒരു ചരിത്രമാണ്. ജയൻ്റെ ജീവിതം ഒരു ചരിത്രമാണ്. ഇനി വരാൻ പോകുന്ന AI-യിലൂടെ ജയൻ്റെ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങും എന്നത് ഒരു പ്രവചന സത്യമാണ്. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ജയനെ ഇത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്? മലയാളികൾ മാത്രമല്ല, ഓരോ സിനിമാ മോഹികളും, ഓരോ മനുഷ്യരുടെയും ആവേശമാണ് ജയൻ. ജയൻ സിനിമകൾ ഇന്നും ആവേശമാണ്. അതുകൊണ്ടാണ് ജയൻ്റെ സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നത്. 1980 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മീൻ റിലീസിന് ഒരുങ്ങുകയാണ്. ജയൻ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയൻ്റെ തടവറ അതും റിലീസിന് ഒരുങ്ങുകയാണ്. 1980 പുറത്തിറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും എവർലാസ്റ്റിംഗ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാവുന്ന അങ്ങാടി, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ്റെ അങ്ങാടി, അതും റിലീസിന് ഒരുങ്ങുകയാണ്. ഇങ്ങനെ ജയൻ്റെ സിനിമകൾ ഈ 2025 ചരിത്രമായി ആവർത്തിക്കപ്പെടുകയാണ്. പ്രേക്ഷകരായ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം, 1981 അഹിംസ എന്ന ചിത്രത്തിൽ ജയൻ്റെ ഒരു ഫോട്ടോയെ ധ്യാനിച്ചുകൊണ്ട് ശ്രീനിവാസൻ ജയൻ്റെ ഡയലോഗ്, അങ്ങാടിയിലെ ഡയലോഗ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ജയൻ മരിച്ച് 1 വർഷം പൂർത്തിയായിട്ട് ഇറങ്ങിയ ചിത്രമാണ് അഹിംസ. ആ ഒരൊറ്റ രംഗത്തിൽ തിയേറ്ററിൽ കിട്ടിയ കയ്യടിക്ക് കൈ കടക്കുമില്ല. അതേ ഡയലോഗ് തന്നെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിൽ നമ്മുടെ സിദ്ദിഖ് പറയുമ്പോൾ ആ തിയേറ്ററിലുണ്ടായ കയ്യടിക്ക് കൈയും കടക്കുമില്ല.
മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ച ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ചാം ചക്ക ചോം ചക്ക എന്ന പാട്ട് പാടി ജയൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ തിയേറ്ററുകളുണ്ടായ കയ്യടി അതിഭയങ്കരമായിരുന്നു. എന്തിനേറെ പറയുന്നു, ജയറാം വെറുതെയല്ല ഒരു ഭാര്യ ചിത്രത്തിൽ ഒരു സമയത്ത് ജയനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തിയേറ്ററിലുണ്ടായ കരഘോഷം. ഇങ്ങനെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറം മലയാളികളെ സ്വാധീനിച്ച ഒരു മഹാനടനാണ് ജയൻ. ജയനെ അനുകരിക്കാത്ത താരങ്ങൾ ആരുമില്ല എന്ന് ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. ജയനെ നല്ലവണ്ണം അനുകരിക്കുന്നവരുണ്ട്. ജയനെ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം നീട്ടിയും വലിച്ചുമൊക്കെ സംസാരിക്കുന്നവരുണ്ട്. എങ്ങനെയായാലും ജയനെ അനുകരിക്കുന്നത് കാണാനും ജയൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിലൂടെ നടക്കാനും ഒക്കെ അങ്ങനെയുള്ള കാണാൻ മലയാളികൾക്ക് ഏറെ താല്പര്യമാണ്. 1999 അവസാനത്തിൽ, അതായത് 2000-ൽ അപരന്മാർ നഗരത്തിൽ എന്നൊരു ചിത്രം പുറത്തിറങ്ങി. കുറേ മിമിക്രി താരങ്ങൾ അഭിനയിച്ച ചിത്രമാണ്. രാജാ സാഹിബായിരുന്നു ആ ചിത്രമാണ്. അതിൽ ജയനെ അനുകരിക്കുകയാണ്. ആ ചിത്രം 50 ദിവസം ഓടിയ ചിത്രമാണ്. ഒരു തമാശപ്പടം, ഒരു മിമിക്രി പടം, ജയൻ്റെ ഒരൊറ്റ പോസ്റ്റർ വെച്ച് അത് 50 ദിവസം ഓടിയ ഒരു ചരിത്രം. നോക്കണമേ, ജയൻ മലയാള സിനിമയിൽ ചെലുത്തിയ സ്വാധീനം എത്ര വലുതായിരുന്നു. 1980-കളിലെ അങ്ങാടിയെക്കുറിച്ച് പറയാൻ വാക്കുകൾ പോരാ. ഇത്രത്തോളം പവർഫുള്ളായ ഒരു ക്യാരക്ടർ അങ്ങാടിക്ക് മുമ്പോ അങ്ങാടിക്ക് ശേഷമോ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഡയലോഗ് ഡെലിവറി കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയുടെ അസാമാന്യമായൊരു പെർഫോമൻസ് ജയൻ അതിൽ കാഴ്ചവെച്ചു. ആ ബെഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് ഇന്നും മലയാളികളുടെ മനസ്സിൽ കോരിത്തരിക്കുന്ന ഒരു രംഗമാണ്. അതിനെക്കുറിച്ച് ഒത്തിരി പേർ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് തിയേറ്ററുകളിൽ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് കേട്ട് മലയാളികൾ കൈയടിച്ചത്. ആ കയ്യടി ഇന്നും തുടരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് ഡയലോഗ് പെർഫോം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് ഡയലോഗ്സ് സിനിമയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജയൻ ചെയ്തതിൻ്റെ അത്രത്തോളം തീക്ഷ്ണമായി, അത്രത്തോളം പക്വതയായി മറ്റൊരു നടൻ ചെയ്തിട്ടുണ്ടോ എന്നത് സംശയമാണ്.